ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളായി ആളുകളിങ്ങനെ പാൽക്കൂണിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം കുറവ് മൂലവും തിരക്കും, പിന്നെ പാൽക്കൂണിൻ്റെ ചിപ്പിക്കൂണ് പോലെ തന്നെയല്ല, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി അധികം പണിയുണ്ട് പാൽക്കൂണിന്. അപ്പോൾ പാൽക്കൂണിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരേ ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, ഞാൻ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളായിട്ട് ഷൂട്ട് ചെയ്തു, പക്ഷേ അതൊന്നും നമുക്ക് ഒരേ സമയത്തൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കേസിങ് മുതലല്ല, നമ്മൾ വിത്തിടുന്നത് മുതൽ ഇതുവരെ ഇന്ന് ഈ ഹാർവെസ്റ്റ് വരെയുള്ള ഒറ്റ വീഡിയോയിൽ പാൽക്കൂണിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാം പുറകിൽ കാണുന്ന നമ്മളെ പാൽക്കൂണിൻ്റെ ഫാമാണ്, ഈ കുഞ്ഞി ഫാമാണ്. ഏകദേശം ഒരു 1500, 1600 മുതൽ 2000 വരെ ബെഡുകൾ വെക്കാൻ പറ്റുന്ന ഫാമാണ്. ഇവിടെ നമ്മൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികൾ നടക്കുന്നുണ്ട് നേരെ മുന്നിൽ തന്നെ. അപ്പോൾ പണികൾ അവിടെ നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് പണികളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പാൽക്കൂണിൻ്റെ വിശേഷങ്ങൾ കാണാം. ആദ്യം തന്നെ കൂണ് ഹാർവെസ്റ്റ് ചെയ്യാം, വാ. അപ്പോൾ നമ്മളെ പാൽക്കൂണാണ് ഈ കാണുന്നത് മുഴുവൻ. പല ഘട്ടങ്ങളിലായിട്ടുള്ള ഫോട്ടോസ് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഒന്നാമത്തെ വിളവുണ്ട്, രണ്ടാമത്തെ വിളവുണ്ട്. ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷേങ്കിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് എടുക്കാനും ഈ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ ഓരോന്നും ഒരേ ദിവസം എല്ലാ പ്രായത്തിലുള്ള ബെഡുകളും ഇല്ലാത്തതും, ആ ദിവസം ഞാനില്ലാത്തതും, കൂണ് നല്ലോണം വരുന്ന ദിവസം ഇവിടെ ഇല്ലാത്തത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പാൽക്കൂണ്. ഇതിൽ ചെറിയ മുട്ടുകൾ മുതൽ വലിയ കൂണുകൾ വരെയുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കൂണുകൾ വരെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെറിയ മുട്ടുകളുണ്ട്. ഇതൊക്കെ നല്ല കൂണുകളാണ്. കാണാൻ പുതിയൊരു ഷേപ്പാണ്, ഇതുവരെ അധികം കാണാത്ത ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹാർവെസ്റ്റ് ഇപ്പം തന്നെ കൂണ് നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കൂണ് ഇന്ന് എടുക്കാൻ പറ്റുന്നതാണ്, കുറേ നാളത്തേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇതുപോലെ ഈ ചിപ്പിക്കൂണ് പറിക്കുന്ന പോലെയല്ല, ഇതൊന്ന് ചെറിയ കേസിങ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അടിയിൽ എപ്പോഴും ഇതേപോലെ കുറച്ച് മണ്ണും ചകിരിച്ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് വെക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ നല്ല വെള്ള കളറ് കാണുന്നതും ഈ ഗ്രിൽസ് ഉള്ള ഇവിടെയൊക്കെ ഈ മണ്ണായി കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കരമായിട്ട് വൃത്തികേടാവും. അപ്പം എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നമ്മൾ മണ്ണുള്ള ഭാഗം വെക്കണം. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പൊളിക്കാൻ പറ്റുക. ഏകദേശം എൻ്റെ മുഖത്തിൻ്റെ അത്ര തന്നെ വരുന്ന കൂണായത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂണ് ആദ്യം ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം നനക്കുന്നതൊക്കെ അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ ക്ലീൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതിനെ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പാൽക്കൂണിൻ്റെ ഈ കാണുന്ന ഈ വരുന്ന മുട്ടുകളെല്ലാം തന്നെ കൂണാവണമെന്നില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം ഞാൻ ഇത്രയും വലിയൊരു കൂണ് പറിച്ചു, പക്ഷേങ്കിൽ ഇവിടെ ചെറുത്, ഇതൊന്നും വലുതാവില്ല. അപ്പോൾ എപ്പോഴും ഈ കാണുന്ന എല്ലാ മുട്ടുകളും കൂണായി വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല വിളവ് ഇതിൻ്റെ അകത്ത് നിന്ന് പാൽക്കൂണിൽ നിന്ന് കിട്ടും. നമുക്ക് എങ്ങനെയായാലും ഒരു 1 കിലോയിൽ മേലെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല 2 കിലോയിൽ മേലെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒറ്റൊരു കൂണ് മാത്രം ഉണ്ടാവും 500-ൻ്റെ ഒക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്, 500 ഗ്രാമിൻ്റെ ഒക്കെ കൂണ് പറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറിച്ച് വെക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇതൊരു ബെഡിൽ നിന്നില്ലാണ്. ഇതേ ബെഡിൽ ഇതേപോലത്തെ ഒരു 3 എണ്ണം കൂടിയുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ് പാൽക്കൂണിൻ്റെ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഈ പറിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല വെള്ള കളറുള്ളതും വൃത്തികേടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട്. പരമാവധി പറിക്കുമ്പോൾ
കുറച്ച് ഫുള്ളായിട്ടൊരു ഇതിൻ്റെ അകത്ത് പറിച്ചെടുക്കാതെ കുറേശ്ശെ പറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നിറച്ചും കൂണ് വേണമല്ലോ. ഇതുവരെ പാൽക്കൂണിന് സാധാരണയുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് തന്നെ ചിപ്പിക്കൂണിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ടേസ്റ്റ് ഉള്ളതാണ്, ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അത് അങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. നല്ല വേറൊരു ഇത് ശരിക്കും ഷേപ്പുള്ള, പക്ഷെ പറിക്കാനായില്ല, നാളത്തേക്കേ വരുള്ളൂ. ഇത് നല്ല കാണുന്നില്ല, ഇത് വീണ് പോകുമെന്ന് പേടിച്ചിട്ടാണ്. ഓഹ്, ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇത് ഈ വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു നാളത്തേക്ക് നല്ല വലിയതാകുന്നതാണ്. ഈ കാണുന്നതൊക്കെ നാളത്തേക്ക് വലിയതാകുന്ന കൂണുകളാണ്. നമ്മൾ ഏകദേശം ഇത്ര പറിച്ചിട്ടുണ്ട്, ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കുറച്ച് കൊണ്ടുപോയി, അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത് മാത്രം പറിച്ചിട്ട് രാവിലെ കൊണ്ടുപോയി. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പം ഇത് തുടങ്ങിയതാണ്. നമ്മൾ ഈ ഫാം ഫില്ലാക്കിയില്ല, നമ്മൾ ഏകദേശം ഒരു എത്ര ബെഡ് ചെയ്തിട്ടുണ്ട്, ഒരു 200 ബെഡ് താഴെ നമ്മൾ ചെയ്തു തുടങ്ങിയുള്ളൂ. കാരണം ചൂട് ആയി വരുന്നേ ഉള്ളൂ. ചിപ്പിക്കൂണും അതുപോലെ തന്നെ ഉണ്ട്, ഒരുപോലെ കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടി കൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ദിവസം ഇങ്ങനെ ആക്കിയെടുത്തതല്ല, ഈ ബെഡുകളെല്ലാം പുതിയ മഷ് പെല്ലറ്റ്, പാൽക്കൂണിൻ്റെ മഷ് പെല്ലറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബെഡുകളാണിത്. അതിൻ്റെ കേസിങ് മെറ്റീരിയൽ നമ്മൾ പല പ്രാവശ്യമായിട്ട് പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കൂണിന് ഏറ്റവും നല്ല ഷേപ്പും ഏറ്റവും നല്ല കളറും ഏറ്റവും ഭംഗിയും ഉള്ളപ്പോൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പല കേസിങ്ങും പല രീതികളും മെത്തേഡുകളും നോക്കിയിട്ട് പരമാവധി റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഇതെത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളും നോക്കാം, അതിനുശേഷം കൂൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാ, അപ്പോൾ നമുക്കിതിൻ്റെ തൂക്കമൊന്ന് നോക്കാം. ഏകദേശം ഇതൊരു ബെഡിൽ നിന്ന് വന്നതാണ്. 230 ഗ്രാം കൂണുണ്ട്. ഇത് വേറെ ഒന്ന് നോക്കാം. ഒരു കൂണ് 221 ഗ്രാം ഉണ്ട്. ഇതൊക്കെ ഒറ്റ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നതാണ്. 230 വീണ്ടും അല്ല, 230ൻ്റെ ആണല്ലോ. 340 ഗ്രാം ഉണ്ട്. ചെറുതൊറ്റ ഒന്നാണെങ്കിൽ 160 ഗ്രാം. പാൽക്കൂണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് ഒരു 100 ഗ്രാം 200 ഗ്രാമിൻ്റെ കൂണിലൊക്കെ അല്ല പാക്കറ്റിലൊക്കെ ഒരു 4ഉം 5ഉം കൂണൊക്കെ കിട്ടുമായിരുന്നു ഒരാൾക്ക്. പക്ഷെ നമുക്ക് 260 ഈ പാക്ക് ചെയ്ത് കൊടുക്കാനേ ഒറ്റ കൂണ ഒരാൾക്ക് കറി വെക്കാൻ കൊടുക്കാൻ പറ്റുക. 266, 130. ഏറ്റവും ചെറുത് എത്രയുണ്ട് നോക്കാം. 80 ഗ്രാം ചെറുത്. ഇന്ന് പറിച്ചാൽ ചെറുത് ഇതേ ഉണ്ടാവുള്ളൂ. 250, 130. ഇങ്ങനെയാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. എല്ലാം ഒരു ഓൾമോസ്റ്റ് 130. 100ൽ മേലെ വെയിറ്റാണ് 95, 100ൽ താഴെ. അപ്പം നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ടേ ഇതിൻ്റെ തൂക്കം നോക്കിയിട്ട് 350 0 ആക്കിയിട്ട് ഈ ഹാർവെസ്റ്റ് ചെയ്തത് മാത്രം വെയിറ്റ് ഒന്ന് നോക്കാമല്ലോ. ഇവിടെ ഇന്ന് പേരാവൂർ BEd കോളേജിലെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ
അവർ ഫാം വിസിറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവരവിടെ പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് തീർന്നോ? 2720 തൂക്കമുണ്ട്. 2720. അപ്പോൾ ഏകദേശം ഒരു നമുക്ക് 600 രൂപ എങ്കിലും പാൽക്കൂണിന് വാങ്ങണം. 500 മിനിമം നമ്മൾ വാങ്ങണം. കാരണം ചിപ്പിക്കൂണിനേക്കാൾ ഒരു സ്റ്റെപ്പ് പണി അധികം ചെയ്തിട്ട് വേണം നമുക്ക് പാൽക്കൂണ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല പാൽക്കൂണിൻ്റെ വിത്തായാലും അതുപോലെ ബെഡായാലും നമ്മൾ ചിപ്പിക്കൂണിനേക്കാൾ അധികം ദിവസം ഫാമിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതിന് തണുപ്പും അതിന് വേണ്ട കറണ്ട് ചിലവും എല്ലാം കൂടുതലാണ്, പരിചരണം കൂടുതലാണ്. പക്ഷെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലോണം കൂണ് കിട്ടും, അതൊക്കെയാണ്. നല്ല 2 കിലോ കൂണൊക്കെ കിട്ടിയാൽ ഓക്കെയാണ്. ഇത് പലതും രണ്ടാമത്തെ ഹാർവെസ്റ്റാണ്, ഫസ്റ്റ് ഹാർവെസ്റ്റ് അല്ല. ചിലത് ഫസ്റ്റ് ഹാർവെസ്റ്റും ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ബെഡുകൾ ഇവർ വെക്കുമ്പോൾ അറേഞ്ച് ചെയ്തതിൽ കറക്റ്റ് അറേഞ്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. അപ്പം ഒരു 3-4 പ്രാവശ്യം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബെഡ് ചേഞ്ച് ചെയ്യാതെ കേസിങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ല കൂണ് കിട്ടും. അപ്പോൾ ഒരു 10,000 രൂപയുടെ കൂണ് ഒരു ബെഡിൽ നിന്ന് കിട്ടിയാൽ തന്നെ നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ് പാൽക്കൂൺ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് നല്ല രീതിയിൽ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴേക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ പാൽക്കൂണിൻ്റെ വീഡിയോ ചെയ്യുന്നു എന്താ വരാത്ത നമുക്കൊരു സാധനത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഏറ്റവും നല്ല വൃത്തിയിൽ കിട്ടും. അല്ലാതെ പെട്ടെന്ന് എടുത്തിയാടിയിട്ട് നമുക്കൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചാലും ഏറ്റവും വൃത്തിയിൽ നമ്മൾ കൂണുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂണ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏകദേശം സന്നാഹങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാം, ഒരു 4 4 8 2 3 10 കുറേ ബെഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ മോഡൽ ബെഡുകളുണ്ട്. അപ്പോൾ പാൽക്കൂണിൻ്റെ കൃഷി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പാൽക്കൂണ് കുറച്ച് ഉണ്ടായത് കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പാൽക്കൂൺ എങ്ങനെയാണ് ചെയ്യാന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞത് കൊണ്ടോ അല്ല 2 വാക്കിൽ പറഞ്ഞത് കൊണ്ടോ പാൽക്കൂണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ രീതികളും 1 മുതൽ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മഷ് പെല്ലറ്റിലാണ്. ചിപ്പിക്കൂൺ കൃഷി ചെയ്യുന്നത് സെയിം പാൽക്കൂൺ ചെയ്യാൻ പറ്റുന്ന മഷ് പെല്ലറ്റാണ് ഇത്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ പറയട്ടെ, ഇത് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം അത്രയും പറഞ്ഞു തരാനുള്ളത് കൊണ്ടാണ് ലെങ്ത് കൂടുന്നത്. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ മാർച്ചിൽ അല്ല ഏപ്രിലേക്ക് ഇറക്കാൻ വിചാരിച്ചതാണ് പാൽക്കൂൺ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് അത്രയും ആൾക്കാരിൽ കൊടുക്കുന്ന ഒരു സാധനത്തിന് അത്രയും റിസൾട്ട് കിട്ടിയിട്ട് മാത്രം റിലീസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ വന്നതല്ല. ഇപ്പോൾ കൂണ് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 മാസമായിട്ട് നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ ടെസ്റ്റിങ് ട്രയലായിരുന്നു. വലിയ ബൾക്കായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പാൽക്കൂൺ ചെയ്യുന്ന പെല്ലറ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കട്ടെ, ഒരു പെല്ലറ്റ് ഇതാ നമ്മൾ പാൽക്കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെല്ലറ്റാണിത്. 1 കിലോ പെല്ലറ്റ് ഇതുപോലെ എടുക്കുന്നു. അതിലേക്ക് 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് സാധാരണ പോലെ ചൂടാറിയതിന് ശേഷം ഇതാ ഇതുപോലെ ഹാർഡായിട്ടുണ്ടാവും. ഇതാ മിൽക്കി 11/2 ഡേറ്റൊക്കെ ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെള്ളമൊഴിച്ചതാണ്. ഇതൊന്ന് പൊടിക്കുന്നു. സാധാരണ പോലെ നമ്മൾ പെല്ലറ്റ് പൊടിക്കുന്നു. പെല്ലറ്റ് പൊടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചിപ്പിക്കൂണ് കൃഷി ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് കൂടി മാത്രമാണ് നമ്മൾ വിത്തുകൾ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഇടണം. പാൽക്കൂണിന് അങ്ങനെയൊന്നുമില്ല.
പക്ഷെ ഉള്ളിലേക്കായാലും പുറത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് പാൽക്കൂണിൻ്റെ വിത്താണ്. സാധാരണ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിത്തൊക്കെ 1 kg വിത്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1 kg എന്ന് പറഞ്ഞാൽ ഒരു 5 മുതൽ 7 ബെഡ് വരെ, 5, 6, 7 ബെഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിത്താണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാമാണ് നമുക്ക് ഒരു ബെഡ് ചെയ്യാൻ വേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സ്ഥലത്തും പോകുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഏകദേശം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. സാധാരണ പോലെ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ടാപ്പ് ഒട്ടിച്ച് വെക്കുന്നു. കുറേ പേര് ഈ മൈക്രോപോറസ് ടാപ്പിന് പകരം മാസ്കിംഗ് ടാപ്പ്, സെലോ ടാപ്പ് വരെ ഒട്ടിച്ച് നോക്കിയവരുണ്ട്. അപ്പം ഇത് എന്തിനാണ് ടാപ്പ് ഒട്ടിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വായുസഞ്ചാരം കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ടാപ്പ് ഒട്ടിക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ വായുസഞ്ചാരം കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബെഡ് തയ്യാറാക്കി വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ബെഡ് മാറ്റി വെക്കാം. ഒന്നും കൂടി കാണാൻ ഒന്നും കൂടി മിക്സാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ രീതിയിൽ വിത്തിട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും സ്പ്രെഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കാണാത്തത് കൊണ്ട് നമ്മൾ സ്പ്രെഡ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. മോനെ റെക്കോർഡിംഗ് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വിത്തിട്ടു. ഈ വിത്ത് ഇപ്പോൾ കാണുന്നില്ല വലിയ രീതിയിൽ, പുറത്ത് ചില സ്ഥലത്ത് മാത്രം കാണാം, ബാക്കിയുള്ള സ്ഥലത്ത് വലിയ രീതിയിൽ കാണുന്നില്ല. അപ്പോൾ ഇത് 8-ാം തീയതി 8/1 വിത്തിട്ടതാണ്. ഇതിപ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് വിത്ത് സ്പ്രെഡായിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. ഇത് സ്പ്രെഡായി തുടങ്ങി, മുഴുവനായിട്ട് സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പ്രെഡ് ആവുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട, സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ വെള്ളമൊഴിക്കുന്നു, രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതുപോലെ പൊടിച്ച് വിത്തിടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 24 മുതൽ 28 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള, അല്ലെ 25-നും 30-ന് താഴെ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ 15 ദിവസം അല്ലെങ്കിൽ 21 ദിവസമാണ് സാധാരണഗതിയിൽ പാൽക്കൂടിന് നമുക്ക് സ്പോൺ റണ്ണിങ് ടൈം എടുക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മളിത് ആ ഒരു ടെമ്പറേച്ചറിൽ വേണം ഈ ബെഡ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം 21 ദിവസമായതല്ല, അതിൽ കൂടുതൽ സമയമായതാണ്. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാതെ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഈ ബെഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ കേസിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാതെ വെച്ചതാണ്. ഏകദേശം ഇതൊരു മാസത്തോളം വെച്ചിട്ടുണ്ട് ഈ ബെഡ്. പാൽക്കൂണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഹാർവെസ്റ്റ് വേണ്ട ടൈം അല്ലെ പ്രൊഡക്ഷൻ കൂട്ടേണ്ട സമയത്ത് അതിനനുസരിച്ച് കേസിങ് ചെയ്ത് വെച്ചാൽ മതിയാവും. ബെഡ് നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് കേസിങ് ചെയ്ത് എപ്പോഴാണോ കൂണ് വരേണ്ടത് ആ സമയത്തേക്ക് മാത്രം നമുക്ക് കേസിങ് ചെയ്താൽ മതി, അല്ലാതെ നമുക്ക് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് സാധാരണ പോലെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യും. ഇതുപോലെ
കട്ട് ചെയ്ത് കളയും. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ചിപ്പിക്കൂണിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് മുഴുവൻ ഒരു മാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂൺ പുറത്തേക്ക് വരും. ചിപ്പിക്കൂണുകൾ ഇവിടെ ഇങ്ങനെ മുഴുവനായിട്ടും ചിപ്പിക്കൂണ് വന്നിട്ട് കാണാം. പക്ഷെ പാൽക്കൂണിന് അതുപോലെ വരില്ല. പാൽക്കൂണ്ടത് കേസിങ് ഇടാതെ ഒരിക്കലും ഇതിൻ്റെ അന്ന് കൂണ് പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇപ്പം 35 ദിവസം വെച്ചാലും ഇതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ പരമാവധി നേരത്തെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ടാപ്പ് ഒട്ടിച്ച് വെക്കുന്നവരുണ്ട്. ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ബ്രൗൺ കളർ ടാപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ചിട്ട് വെച്ച് ചില ആൾക്കാർ ചെയ്തിട്ട് കാണാം. ഈ രീതിയിൽ നമ്മൾ ബെൻഡ് ചെയ്ത് ഇതൊരു വൃത്തിയിലാക്കുക. മനസ്സിലായില്ലേ? അതിനുശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ചിപ്പിക്കൂൺ കൃഷിനേക്കാൾ വ്യത്യസ്തമായി പാൽക്കൂൺ കൃഷിക്ക് ഒരു കേസിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്യണം. അപ്പോൾ കേസിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കേസിംഗ് മെറ്റീരിയൽ, ഇത് പല രീതിയിൽ കേസിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ബേസിംഗ് മെറ്റീരിയൽ ഞാൻ പറയാം, വ്യക്തമായിട്ട് വേണ്ടവർ എഴുതി വെച്ചോ. അതായത് 1 കിലോ ചകിരിച്ചോറ്, 1 കിലോ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മണ്ണ് എന്നാണെന്ന് പറയാം. പക്ഷേ തെക്ക് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ പൂഴി എന്ന് പറയും, അല്ലെ മണൽ എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ പറമ്പിൽ സാധാരണ ഉണ്ടാവുന്ന മണ്ണിനാണ് ഞാൻ പറയുന്നത് മണ്ണ് എന്ന്. അപ്പോൾ 1 കിലോ മണ്ണ്, 1 കിലോ ചകിരിച്ചോറ്, 1 കിലോ മണ്ണിര കമ്പോസ്റ്റ്, ബർമി കമ്പോസ്റ്റ്, ഇത് മൂന്നും പ്ലസ് ഒരു 250 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്, പ്രിസിപ്പിറ്റേറ്റഡ് കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ കുമ്മായി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ഇത് തന്നെയായിരിക്കും എടുക്കുന്നത് നല്ലത്. നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ ബെഡ് ചെയ്യാതെ നിങ്ങൾക്ക് കുമ്മായി ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തു നോക്കാം. പക്ഷേ ഞാൻ ഈ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പം കാണിക്കുന്ന എല്ലാം ചെയ്തിരിക്കുന്നത് 1 കിലോ ചകിരിച്ചോറ്, 1 കിലോ മണ്ണ്, 1 കിലോ മണ്ണിര കമ്പോസ്റ്റ്, 200 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്, ഇത് 4ഉം മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ആവിയിൽ പുഴുങ്ങണം. അല്ലെങ്കിൽ കുക്കറിൽ 1 മണിക്കൂർ, ആവിയിലാണെങ്കിൽ 1-1.5 മണിക്കൂർ ആവി കൊള്ളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓട്ടോക്ലേവ് വെച്ചിട്ട് 1 മണിക്കൂർ, നമുക്ക് ഓട്ടോക്ലേവ് ഉള്ളവർക്ക് ഓട്ടോക്ലേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീം കുക്കറിൽ 1 മണിക്കൂർ വിസിൽ വന്നതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ട് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് സ്റ്റെറിലൈസ് ആവും. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ചൂടാറാൻ വെക്കുക. അതായത് ഈ മണ്ണിര കമ്പോസ്റ്റും മണ്ണും ചകിരിച്ചോറും കാൽഷ്യം കാർബണേറ്റും എടുത്തതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് പുട്ടുപൊടി പരുവത്തിലാക്കണം. പുട്ടുപൊടി പരുവത്തിലാക്കിയതിന് ശേഷമാണ് നമ്മളിത് ആവിക്ക് വെക്കുക, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ഓട്ടോക്ലേവ് ആയ, അല്ലെങ്കിൽ കുക്കറിൽ വെക്കുക. പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് എടുത്തതിന് ശേഷം ആ ചൂടാറുന്നവരെ വെക്കാം. അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം ഉള്ളതാണ് ഈ മിക്സ്. അപ്പം നമ്മളിത് 2 ഇഞ്ച് കനത്തിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. 2 ഇഞ്ചല്ല, സോറി, 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മളിത് രണ്ട് സെൻറ്റിമീറ്റർ കനത്തിൽ മാത്രം നമുക്ക് ഈ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കേസിംഗ് മെറ്റീരിയൽ നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി. ഈർപ്പമുള്ള സമയത്ത് തന്നെ നമ്മളിത് ചെയ്തു കൊടുക്കണം.
അധികം പ്രസ് ചെയ്യേണ്ട, എന്നാൽ ഒരു വൃത്തിയിൽ ഒരു ഫിനിഷിങ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഈ ആവിയിൽ പുഴുങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്ക് ഞാനിത് ഏകദേശം ഒരു 4 വർഷം 4 വർഷം മുന്നേ തോന്നുന്നു ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞങ്ങൾ ഓരോന്നും വേറെ വേറെ എടുക്കുന്നതും തൂക്കുന്നതും ആവിയിൽ വെക്കുന്നതും ഒക്കെയുള്ള പഴയ വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 10 മിനിറ്റ് കാണരുത് ദയവ് ചെയ്തിട്ട്, അതിന് ശേഷമുള്ളത് കണ്ടാൽ മതി. യൂട്യൂബ് തുടങ്ങിയ സമയത്തുള്ള കുറേ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ കണ്ടിട്ട് ആർക്കും അയച്ചു കൊടുത്തിട്ട് ഞാനും ഒന്ന് വെറുതെ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. അപ്പോൾ ഈ രീതിയിൽ കേസിങ് എങ്ങനെയാ ആവിക്ക് വെക്കുക, പുഴുങ്ങുക അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കേസിങ് ഇട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് വെച്ചു, വീണ്ടും നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം കളയാം. വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴേ ഒരു വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ബെഡുകൾ വെച്ച് കഴിഞ്ഞാൽ. അധികം ഹൈറ്റിൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഏകദേശം 2 സെന്റിമീറ്റർ കനത്തിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് നല്ല സ്പ്രെഡും ആവും. ഇങ്ങനെയാണ് കേസിങ് ചെയ്യുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു. ഈ കേസിങ്ങിന് തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. കേസിങ്ങിൽ പല രീതിയിൽ കേസിങ് ചെയ്യാം. നമുക്ക് ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ 200 ഗ്രാം ചകിരിച്ചോറ്, 200 ഗ്രാം മണ്ണ്, 200 ഗ്രാം മണ്ണിന്റെ കമ്പോസ്റ്റ്, 50 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്, ആ രീതിയിൽ എടുത്തിട്ട് ചെറിയ രീതിയിൽ ചെയ്യാം. അതായത് ഞാൻ നേരത്തെ 1 കിലോന്റെ പറഞ്ഞു, ഇപ്പോൾ 1/2 കിലോന്റെ 200 ഗ്രാമിന്റെ പറയുന്നു. ഇത് കൂടാതെ ഈ കേസിംഗ് മെറ്റീരിയൽ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറ് മാത്രമായിട്ട് കേസിംഗ് സ്റ്റെറിലൈസ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ചകിരിച്ചോറും ചാണകപ്പൊടിയും പകുതി എടുത്തിട്ട് അതിൻ്റെ ഒരു 5% കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ കേസിംഗ് ചെയ്യാം. മണ്ണും ചകിരിച്ചോറും മാത്രമായിട്ട് അതിൻ്റെ അകത്ത് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ കേസിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ രീതി ഇപ്പം നിലവിലുള്ളത് എന്ന രീതിയിലാണ് ഞാൻ ഈ 3-4 കൂടിയിട്ടുള്ള മിക്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മളിത് കൂടാതെ വീണ്ടും വേറെയും കേസിംഗ് മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കൂണിനേക്കാൾ ഇരട്ടിയോ അതിൽ ഒരു 75% അധികമോ കിട്ടുന്ന രീതിയിൽ വരുന്ന പുതിയ കേസിംഗ് മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ ട്രയൽ നടക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതിൻ്റെ റിസൾട്ടും കൂടി കിട്ടുമ്പോൾ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാത്തത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ കേസിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഈ കേസിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏകദേശം 26-27 ഡിഗ്രി മുതൽ 38 താഴെ ഒരു 36, 35, 37 ആ ഒരു റേഞ്ച് ചൂടിലാണ് നമ്മൾ ഈ കേസിംഗ് മെറ്റീരിയൽ വെച്ച ഈ ബെഡുകൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു 50% താഴെ ഈർപ്പം നിലനിർത്തണം. അതായത് നമ്മൾ ഇതിന് വെള്ളം നനച്ചു കൊടുക്കുമല്ലോ, വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്യും.
വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം കാണുന്ന പോലുള്ള ഒരു ഈർപ്പം 50 അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരു 50% താഴെ ഈർപ്പം ഇതിൻ്റെ അകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കണം. ഇത് ഡ്രൈ ആയി പോവാതെ സൂക്ഷിക്കണം, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏകദേശം നമ്മളിപ്പം ഒന്നാമത്തെ ദിവസം ബെഡ് ഇട്ടു, രണ്ടാമത്തെ ദിവസം വെള്ളം ഒഴിച്ചു, രണ്ടാമത്തെ ദിവസം വിത്തിട്ടു. ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കേസിങ് ചെയ്യുന്നത്. 21ാമത്തെ ദിവസം നമ്മൾ കേസിങ് ചെയ്യുന്നത്. കേസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ദിവസത്തോളം എടുക്കും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൂണ് സ്പ്രെഡായിട്ട് കൂണിൻ്റെ മുകുളങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇവിടെ ഇങ്ങനെ വൈറ്റ് കളറാണ് വരിക. ഈ വൈറ്റ് കളർ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള മുട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഈ കൂണാവാനുള്ള കുറേ മുട്ടകൾ. ഇപ്പോൾ ഇതിൽ തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ ക്യാമറ ആകാശത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ കൂണുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള മുട്ടുകൾ അവിടെ ഇവിടെയൊക്കെ വരും. പക്ഷേ ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന എല്ലാ കൂണുകളും അതിൻ്റെ അകത്ത് വരണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തിലാണ് നമ്മൾ एक बार ചെക്ക് करो. ആ ടീക്ക്. ഇത് മുഴുവൻ വീഡിയോ എടുത്തിട്ടേ കിട്ടിയിട്ടില്ലെങ്കിൽ നഷ്ടമാവും. അപ്പോൾ ഈ രീതിയിൽ കുറേ 10-15 മുട്ടുകൾ കൂണായിട്ട് പുറത്തേക്ക് വരുമെങ്കിലും എല്ലാം തന്നെ കൂണായിട്ട് മാറണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വരണമെങ്കിൽ ഏകദേശം ഒരു 10 ദിവസമെങ്കിലും സമയം എടുക്കുന്നുണ്ട്. മുന്നേ പല ഞാൻ ബുക്കുകളും നോക്കുമ്പോൾ അത്രയൊന്നും അതിൻ്റെ അകത്ത് എഴുതിയിട്ട് കാണുന്നില്ല. പക്ഷേ 10 ദിവസമെങ്കിലും മുട്ട് വരാൻ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഈ 35 ഡിഗ്രി 36 ഡിഗ്രി ഒക്കെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാവധാനം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് ബാക്കി ചെയ്യാനുള്ള കേസിങ് മെറ്റീരിയലാണ്. ഇത് കുറേ ബെഡുകൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്തി ആയി പോകും. അപ്പോൾ ഈ ഒരു ബെഡും നമ്മൾ ഇവിടെ വെക്കുന്നു. അടുത്തത് ഇതിൻ്റെ അകത്തുനിന്ന് കൂണ് വരുന്നതാണ്. ഏകദേശം മുകളിൽ ഇതുപോലത്തെ ചെറിയൊരു മുട്ട് വന്നതിന് ശേഷം 4 ദിവസം 5 ദിവസം 4 ദിവസമെങ്കിലും കഴിയുമ്പോഴാണ് ഈ ഒരു സൈസിലേക്ക് വരുന്നത്. ഇത് മാത്രമല്ല, ഇതിന് മുന്നേ നിങ്ങൾ ആദ്യം ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആദ്യത്തെ ഹാർവെസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ ഇതിലും വലിയ കൂണ് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ? ഇതിലും വലിയ 300 ഗ്രാം 400 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെ കൂണ് വരെ നമ്മൾ പറിച്ചിട്ടുണ്ട്. അത്രയും സൈസിലേക്ക് വരാൻ എന്തായാലും 6 ദിവസം 7 ദിവസമൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസം വരും. അപ്പോൾ ബാക്കിയുള്ള കൂണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ 7 ദിവസം കഴിഞ്ഞ് കൂണ് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 7 മുതൽ 15 ദിവസത്തിലാണ് രണ്ടാമതും ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയും നാൾ ചിപ്പിക്കൂണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിലിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും അടുത്ത കൂണ് വരുള്ളൂ. അപ്പോൾ 1-2 തവണ കൂണ് വന്നതിന് ശേഷം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് കുറേ കൂണ് ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഒരുപാട് കൂണുകൾ വന്നിട്ടുണ്ട്. അതിലെല്ലാ കൂണൊന്നും ഇതുപോലെ വലിയതാവില്ല, ചെറുത് കുറേ ഡെഡാവും. അപ്പോൾ ഇതിലിപ്പോൾ കാണാം, നിങ്ങൾക്ക് ഒരുപാട് കൂണുകൾ കാണാം. ഇതൊക്കെ രണ്ടാമത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞ ബെഡാണ്. ഇതൊക്കെ 19-11 ഉണ്ടാക്കിയ ബെഡാണ്. 19-11 ഉണ്ടാക്കിയ ബെഡാണ്. 1-2 ഹാർവെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ബെഡാണ്. നവംബർ മാസത്തെ ബെഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലൊരു കത്തി എടുത്തിട്ട്, കത്തിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന കൂണുകൾ എടുത്ത് കളയാം. ഇതിൻ്റെ അകത്തിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കവർ തരുമോ? ഇത് കളയാം. അതുപോലെ ഇത് മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക, ഇതിനെന്താ നിങ്ങൾ പറയുക, നമ്മളാണെങ്കിൽ ഇത് ചിക്കുവാന്ന്
പക്ഷികളൊക്കെ നമ്മളെന്തെങ്കിലും മുറ്റത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയാൽ എന്താ പറയുക, ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ പോലെ അതാ കുറച്ചും കൂടി എളുപ്പം. എല്ലാ സ്ഥലത്തും ഉള്ളത് അതായിരിക്കും. അതുപോലെ പ്രത്യേകം കമൻറ്റ് ചെയ്യണേ, ഇങ്ങനെ വീണ്ടും ഇത് ചെയ്യുന്നതിന് നിങ്ങളെ നാട്ടിലെന്താ പറയുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വൃത്തികേടാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കളയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂണ് വരുന്നത് എടുത്ത് കളയാൻ വേണം. പിന്നെ ഇത് വീണ്ടും വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് സെറ്റാവും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ മൈസീലയാണ്, ബാക്കി കാണുന്ന വെള്ള കളർ മൈസീലയാണ്, അത് കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്ത് കൂണ് വന്നതിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിൽ ഈ ഇത്രയും 2 സെൻറ്റിമീറ്റർ കനത്തിലുള്ള ഈ ഇത്രയും ഭാഗത്തേക്ക് താഴെ ഇവിടം വരെ വരുന്ന ഈ മുഴുവൻ കേസിങ് മെറ്റീരിയലും കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ എന്തായാലും നമുക്ക് കളഞ്ഞിട്ട് തന്നെ കാണിച്ചു തരാം. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. 2 പ്രാവശ്യം എടുത്തതാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ നേരത്തെ മൈസീലിയം വന്നിട്ട് കളഞ്ഞ അത്രയും ഏരിയയിലുള്ള രണ്ടാമതിട്ട കേസിങ് മെറ്റീരിയൽ നമ്മൾ ഇളക്കി കളയാണ്. ഇളക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് വരും. എന്തെങ്കിലും കണ്ടാമിനേഷൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് പുതിയ കേസിങ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കാം. അടുത്ത കേസിങ് മെറ്റീരിയൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് ഈ ആദ്യമായിട്ട് വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂണ് വരും. അങ്ങനെ നമുക്ക് 3 തവണ വേണമെങ്കിൽ കേസിങ് മെറ്റീരിയൽ മാറ്റി കൊടുക്കാം. ഏകദേശം 3 മാസം 90 ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ 2 or 3 പ്രാവശ്യം കേസിങ് മെറ്റീരിയൽ മാറ്റി കൊടുത്ത് ഒരു 6 തവണ 7 തവണ നമുക്ക് ഇതുപോലെ ചിപ്പിക്കൂണ് വിളവെടുക്കാൻ പറ്റും. ഒരു ബെഡിൽ നിന്ന് ആവറേജ് നമുക്ക് 1 കിലോ നമുക്ക് പറയാം, ഒരു 1.5 or 2 കിലോ കൂണ് വരെ നമുക്ക് പറിച്ചിട്ടുണ്ട്. പറിക്കുന്ന നമ്മൾ ഈ ട്രയലിന് വേണ്ടിയിട്ട് ഈ മിൽക്കിയുടെ മഷ് പെല്ലറ്റ് തന്നെ നമ്മൾ പാൽക്കൂൺ മഷ് പെല്ലറ്റ് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഓൾ കേരള എടുത്തു കഴിഞ്ഞാൽ ഒരു 10 or 25 പേർക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 2 കിലോ വരെ കൂണ് കിട്ടിയവരുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് 1 കിലോ പാൽക്കൂണിന് 600 രൂപയെങ്കിലും കിട്ടണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വിത്ത് ഇതുപോലെ ബെഡിലേക്ക് ഇടുന്നത്. അതിനുശേഷം 20 ദിവസത്തോളം നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം കേസിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് 600 രൂപയോളാണ് 1 കിലോ കൂണിന്. 600 കൂടുതൽ കിട്ടുന്നവർ അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. 600 രൂപയെങ്കിലും കിട്ടണം. ആവറേജ് പാൽക്കൂണിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് 200 ഗ്രാമിൻ്റെ പാക്കിങ്ങുകളും അല്ലെങ്കിൽ 150 ഗ്രാമിൻ്റെയും പാക്കിങ്ങുകളാണ് കൂടുതലായിട്ടും പോകുന്നത്. പിന്നെ ഇതുവരെയുള്ള പാൽക്കൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടേസ്റ്റ് കുറവാന്നുള്ള ഇതായിരുന്നു. ഈ ബെഡ് ഞാൻ ഇതിനെ തന്നെ ഇതേപോലെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പഴയ ബെഡ് കൂണ് കളയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഏകദേശം അത് കളയാം. ഇത് ഒന്ന്
ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം നനച്ച് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് വരും. അപ്പം പാൽക്കൂണിൻ്റെ സ്വതവേയുള്ള ഒരു കംപ്ലൈൻറ്റ് എന്നല്ല, ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ടേസ്റ്റ് കുറവാന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പാൽക്കൂണിന് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കുക. ചിപ്പിക്കൂണിനേക്കാൾ ടേസ്റ്റ് കുറവാന്നുള്ള പേരുദോഷം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തിട്ടാണ്, ഏകദേശം 2 വർഷം കൊണ്ടാണ് ഈ കാണുന്ന റിസൾട്ടിലേക്ക് മഷ് പെല്ലറ്റ് പാൽക്കൂണിൻ്റെയും നല്ല ടേസ്റ്റുള്ള വിത്തും ഈ രീതിയിലെത്തിയത്. പാൽക്കൂൺ എന്ന് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം കാലോസൈബ ഇൻഡിക്ക എന്ന് പറയുന്ന വെറൈറ്റിയും പറയും പാൽക്കൂണെന്ന്, അല്ലെ മാക്രോസൈബക്കും നമ്മൾ പറയും. സാധാരണ ഈ പാൽക്കൂണെന്ന് തന്നെ പറയാം. ഇത് രണ്ടിനും പാൽക്കൂണെന്ന് തന്നെ പറയുന്നവരുണ്ട്. ഇത് ARS എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കൂണ് ഈ കാണുന്നത്. സാധാരണ ഈ താഴത്തെ തണ്ട് ഭാഗം വളരെ ചെറുതായിരിക്കും, സ്റ്റിക്കി ആയിട്ടാണ്. എൻ്റെ ആദ്യത്തെ 4 വർഷം മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാനിടാം. അതിൻ്റെ അകത്ത് കൂണുകളൊക്കെ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ തണ്ട് നീളത്തിൽ വന്നിട്ട് ഒരു പരന്ന് നിൽക്കുന്ന കൂണായിരിക്കുന്നു. പക്ഷേ ഇത് വേറെ തന്നെ ഒരു ഷേപ്പാണ്, അതിനത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പാൽക്കൂൺ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹാർവെസ്റ്റ് കിട്ടുന്നതും ചൂട് കാലത്താണ് പാൽക്കൂൺ കൃഷി ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കട്ടെ. കൂണ് വിരിയുന്ന റൂമിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് 28 മുതൽ 36 വരെ ഡിഗ്രി സെൽഷ്യസും ഒരു 85-90% ഹ്യൂമിഡിറ്റിയുമാണ് പാൽക്കൂണ് നല്ല രീതിയിൽ ഈ രീതിയിൽ വിരിയാനുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ കവർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പാൽക്കൂൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കട്ടെ. പുതിയൊരു വിപ്ലവമായിട്ട് മഷ് പെല്ലറ്റ് നമ്മൾ കേരളത്തിൽ അവതരിപ്പിച്ച് കേരളത്തിൽ ചിപ്പിക്കൂണിൽ ഉണ്ടാക്കി അതേ വിപ്ലവം നമുക്ക് പാൽക്കൂണിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ മഷ് പെല്ലറ്റ് പാൽക്കൂൺ ചെയ്യാനുള്ള മഷ് പെല്ലറ്റ് അതിൻ്റെ വിത്ത് എല്ലാ കാര്യങ്ങളും അയക്കാൻ റെഡിയാണ്. ഓർഡർ ചെയ്തോളൂ. ഓർഡർ ചെയ്യാനുള്ള നമ്പർ താഴെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയം കൂടി വേണം. നമ്മൾ കേസിംഗ് മെറ്റീരിയലും കൂടി നിങ്ങൾക്ക് അയച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പുതിയൊരു കേസിംഗ് മെറ്റീരിയലും കൂടി ഒരു 70-100% എക്സ്ട്രാ ബെനിഫിറ്റ് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കേസിംഗ് മെറ്റീരിയലും കൂടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ അതും കൂടി അയച്ചു തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് മഷ് പെല്ലറ്റും പാൽക്കൂണിൻ്റെ മഷ് പെല്ലറ്റും അതുപോലെ വിത്തും അയച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.